അങ്ങനെ ഏറെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം നമ്മുടെ സ്വന്തം തളപതി വിജയ് അഥവാ ഇപ്പോഴത്തെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് സി ജോസഫ് വിജയ് അവറുകളുടെ അവസാനത്തെ സിനിമ എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ജനനായകൻ ഇന്ന് റിലീസായി. ഞാൻ ആദ്യ ഷോ തന്നെ കണ്ടിരുന്നു. സിനിമയെക്കുറിച്ച് ഓൾറെഡി ഒരു മിക്സഡ് ടോക്ക് സമൂഹത്തിലുണ്ടായിരുന്നു. കാരണം ഇതൊരു ഭഗവത് കേസരി എന്ന സിനിമയുടെ റീമേക്ക് ആണെന്ന് അറിയാം. ഞാൻ ആ സിനിമ കണ്ടിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയൊന്നുമല്ല ഭഗവത് കേസരി. അപ്പോൾ ആ സിനിമയുടെ ഒരു കുറേ കാര്യങ്ങളും പിന്നെ അതിൽ നിന്ന് തന്നെ ക്രിയേറ്റീവായിട്ട് കുറേ മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്തിയിട്ടുണ്ടാവും എന്ന് ഒറിജിനൽ ഡയറക്ടറായ അനിൽ രവിപൂടിയും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഡയറക്ടറായ എച്ച് വിനോദും പറഞ്ഞിരുന്നു. കൂടാതെ തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയേണ്ടത് എന്തുകൊണ്ടാണ് വിജയ്ക്ക് ഈ ഒരു ഭഗവത് കേസരി ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ ഒരു സിനിമയ്ക്കകത്ത് കുറച്ച് വുമൺ എംപവർമെൻറ്റ് ആ ഒരു തീമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പം ബാലകൃഷ്ണനെ പോലുള്ള ഒരു ആക്ടർ ചെയ്യുമ്പോഴത്തേക്കും അതിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ പൊളിറ്റിക്കൽ അംബീഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പം വളരെ കാലം അദ്ദേഹം പാർട്ടി തുടങ്ങിയ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എലിമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. അപ്പോൾ സിനിമ തുടങ്ങിയ ഒരു ആദ്യ പകുതിയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഭഗവത് കേസരിയുടെ അതേ ഒരു തീം പിടിച്ചിട്ട് തന്നെയാണ് അതേ ഒരു കുറേ സീനുകളും കാര്യങ്ങളും അതേപോലെ തന്നെ എക്സാക്റ്റ് ഒരു റിക്രിയേറ്റ് ചെയ്ത പോലത്തെ ഒരു അത് തന്നെയായിരുന്നു. എന്നാൽ കുറച്ചൊക്കെ മാറ്റങ്ങളും ഈ ഒരു എന്താ പറയുക മാറ്റം വേറൊരു രീതിയിൽ ഒരു കഥയും പോകുന്നുണ്ട്. അവിടെ ഒരു വില്ലനുണ്ട്, ഇവിടെ ഒരു വില്ലനുണ്ട്. പക്ഷേ എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാട്ട് രംഗങ്ങളും തളപതി കച്ചേരി എന്നുള്ളൊരു പാട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു പാക്ഡ് തിയേറ്ററിലിരുന്ന് കാണുമ്പോഴത്തേക്കും ഒരു ഓളമൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴത്തേക്കും പിന്നീട് അതൊരു വേറെ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റിലേക്ക് സിനിമ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പം നമ്മൾ ധാരാളം സിനിമകൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആണെങ്കിൽ ഇതുവരെ തന്നെ ഒരു രാഷ്ട്രീയം പറയുമ്പോഴത്തേക്കും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഒരു ക്ലീഷേ ടെംപ്ലേറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ സിനിമ അവസാനിച്ചപ്പോഴത്തേക്കും എനിക്ക് ഇപ്പം തെലുങ്കിലും തമിഴിലും ഒക്കെ ഒരു ടിപ്പിക്കൽ മാസ് എൻ്റർടൈനേഴ്സ് ഉണ്ടാവാറുണ്ടെങ്കിലും തമിഴ് സിനിമയെ സംബന്ധിച്ചിട്ട് ഒരു തെലുങ്ക് സിനിമയുടെ അത്രയും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാറില്ലായിരുന്നു. പക്ഷേ ഇതൊരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമയുടെ ഒരു പ്രോമാക്സ് വെർഷനിലേക്ക് പോയ പോലെ ഒരു ഫീലായിരുന്നു. ഒത്തിരി എലവേഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഒരു സിനിമയിൽ ഉടനീളമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വിജയ് വരുമ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടുന്നു വരില്ല. എനിക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹൈ മൊമെൻ്റ് കിട്ടിയത് ഇതിനകത്തൊരു തിയേറ്റർ സീനുണ്ട്. അപ്പോൾ തിയേറ്ററിനകത്ത് കാണിക്കുന്ന സിനിമ ബാലകൃഷ്ണയുടെ സാക്ഷാൽ ബാലയ്യയുടെ ഡാക്കുമാര എന്ന സിനിമയാണ്. പെട്ടെന്ന് നമ്മളത് കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഹൈ മൊമെൻ്റ് അത് വേറെ ആയിരുന്നു. അതുപോലെ തന്നെ ഭഗവത് കേസരിയിൽ ഒത്തിരി ഡയലോഗ്സും അതുപോലെ തന്നെ പലയിടത്തും ഇതിനകത്ത് വരുന്നുണ്ട്. സൂപ്പർമാൻ സംഭവം അടക്കം. അതുപോലെ തന്നെ ഐ ഡോണ്ട് കെയർ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട്. അപ്പോൾ അത് ബാലകൃഷ്ണ പറയുമ്പോഴത്തേക്കും പുള്ളി ഒരു ചെറു പുഞ്ചിരിയോട് പറയുന്ന ഒരു കാര്യങ്ങളും ഒരു വിജയ് രണ്ട് നടന്മാർ തമ്മിലുള്ള ഒരു താരതമ്യപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. വിജയുടെ രീതിയിലേക്ക് ചെയ്തു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ പുള്ളി ബാലകൃഷ്ണൻ ചെയ്തതാണ് കുറേ കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നിയത്. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് ചില ഡയലോഗ് ഡെലിവറി മാത്രമാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. അതർവൈസ് എന്നാൽ അതേസമയം പോലീസ് വേഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബാലകൃഷ്ണനേക്കാളും കുറേ കൂടെ ആപ്റ്റ് ആയിരിക്കുന്നത് വിജയാണ്. കാരണം പുള്ളിയുടെ ഒരു ഫിസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പോർഷൻസ് എല്ലാവരും നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടതാണ് ഓൾറെഡി. അതെല്ലാം വിജയുടെ ഭാഗം തന്നെയായിരുന്നു ബെറ്റർ. അങ്ങനെ ആകെ മൊത്തം പിന്നെ ഒരു സിനിമയുടെ ഒരു ടെക്നിക്കൽ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തും ഒരു അമച്വറായിട്ടുള്ളൊരു വർക്കായിട്ടാണ് തോന്നിയത്. സിനിമയുടെ ഒരു 80% കൂടുതൽ CGI വർക്ക് തന്നെയാണ്. നമ്മൾ കണ്ടുമടുത്ത ഒരു ടിപ്പിക്കൽ സെറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു CGIയും അതിൽ തന്നെ ഒത്തിരി പോർഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഉദാഹരണത്തിന് 2010 നമ്മുടെ എന്ദ്രൻ എന്ന സിനിമ റിലീസായത്. അപ്പോൾ ആ സിനിമ നമ്മൾ ഇന്നും കാണുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന റോബോട്ട്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇന്നും കൺവിൻസിങ് ആയിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ സമാനമായ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് വളരെ വളരെ ഒരു അമേച്ചറായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നി. വേറെ കൂടാതെ തന്നെ ഇതിനകത്ത് തമിഴ്നാടിനെ സംബന്ധിച്ചിട്ട് ഒരു ലെജൻഡറി ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ പ്ലസ് രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു ലെജൻഡറി സ്റ്റാറ്റസ് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ നോക്കി ഡയലോഗ് പറയുന്നതും പുഞ്ചിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പം ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വർക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പിള്ളേർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഇത് ആ ഒരു പോർഷനൊക്കെ എന്തോ അങ്ങനെ ഒത്തിരി ടെക്നിക്കൽ സൈഡ് ഇനി ബഡ്ജറ്റിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കാം ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം ഇതൊരു വെച്ചാൽ വിജയ് എന്ന വ്യക്തിയുടെ ഒരു സിനിമ, അവസാനത്തെ സിനിമ എന്നുള്ള രീതിയിൽ മാത്രം കണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എൻജോയ് ചെയ്ത് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി മാത്രം പറ്റുന്നൊരു സിനിമയാണ്. അല്ലാതെ ഓവറോൾ എന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരാശരിയിൽ താഴെ അനുഭവം മാത്രമായിരുന്നു ഒരു സിനിമ എന്ന രീതിയിൽ
രീതിയിൽ എനിക്ക് ഇത് തന്നത്. പിന്നെ തുടക്കത്തിൽ നമ്മുടെ ഒരു ടൈറ്റിൽ കാർഡും കാര്യങ്ങളും എല്ലാം, കാരണം ഈ ഒരു സിനിമയ്ക്ക് പ്രദർശന അനുമതി കിട്ടിയില്ലായിരുന്നു. ജനുവരിയിൽ ഇറങ്ങേണ്ടതായിരുന്നു. പിന്നെ അതിന് ശേഷം ഇലക്ഷൻ വന്നു. പിന്നെ ഈ സിനിമയ്ക്ക് കംപ്ലീറ്റ് ഇലക്ഷന് ശേഷം മാത്രമേ വരാൻ കഴിയൂ എന്നുള്ളത്. പക്ഷേ അപ്പോഴത്തേക്കും അദ്ദേഹം ചീഫ് മിനിസ്റ്ററായി മാറുകയും ചെയ്തിരുന്നു. കാരണം അത് വെറുമല്ല, കാരണം റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ഇന്ത്യയുടെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും ചുരുക്കം കാലത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചത് തന്നെ ഇതിനു മുമ്പ് അതിൻ്റെ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് NTR-നാണ്. വെറും 9 മാസം കൊണ്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം ചെയ്തത്. ഇപ്പോഴും ആ റെക്കോർഡ് അത് തന്നെയാണ്. പക്ഷേ ആ റെക്കോർഡിൽ നമ്പർ 2-ൽ നിൽക്കുന്നത് വിജയാണ്. അതായത് റിയൽ ലൈഫിലെ ജൂനിയർ NTR എന്ന് പറയാനായിട്ട് വിജയ് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് ചെയ്തത്. ഇനി സിനിമാക്കാരുടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വേറെ NTR-ന് ശേഷം ഇദ്ദേഹത്തിന് മാത്രമാണ് അങ്ങനത്തെ രീതിയിൽ ഇത്രയും ഒരു അച്ചീവ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കൂട്ടുകക്ഷി മന്ത്രിസഭയാണെങ്കിൽ കൂടെ ഈ ഒരു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ പല മുതിർന്ന സിനിമാ നടന്മാരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കൈപൊള്ളി നിൽക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹം ഒരു കരിയറിൻ്റെ പീക്കിൽ ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഒരു ടൈറ്റിൽ കാർഡും പ്രത്യേകിച്ച് CM എന്നുള്ള ഒരു ടൈറ്റിൽ കാർഡ് കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ജോഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതർവൈസ് വെറും ഒരു ആവറേജ് ശരാശരിയിൽ താഴെ നിലവാരം നിർത്തുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്.